ഈ റേഡിയോഗ്രാഫി ആക്ടിവിറ്റി എന്താണെന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസ്കുകൾ എന്നുള്ളതും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സൈറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നമസ്കാരം ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിവരങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ടാകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഡിയേഷനെ പറ്റിയിട്ടാണ്. എസ്പെഷ്യലി നമ്മൾ സൈറ്റുകളിൽ നടത്തുന്ന റേഡിയോഗ്രാഫി ആക്ടിവിറ്റിയെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ റേഡിയോഗ്രാഫി ആക്ടിവിറ്റി എന്താണെന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസ്കുകൾ എന്നുള്ളതും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സൈറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് റേഡിയേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതുണ്ട്. അയോണൈസിങ് റേഡിയേഷനും നോൺ അയോണൈസിങ് റേഡിയേഷനും. ഈ അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു എനർജിയാണ്. ഈ എനർജി ആറ്റംസിൽ നിന്നും റിലീസ് ചെയ്യുന്നൊരു എനർജിയാണ്. ആ എനർജി ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സിൻ്റെ രൂപത്തിലോ പാർട്ടിക്കിൾസിലോ ഒക്കെ ആയിട്ടായിരിക്കും അത് എമിറ്റ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ്, എക്സ് റേസ്, ഗാമ റേസ്, ന്യൂട്രോൺസ്, ഇവയെല്ലാം അയോണൈസിങ് റേഡിയേഷനാണ്. നോൺ അയോണൈസിങ് റേഡിയേഷനെ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. നമ്മളുടെ വർക്ക് പ്ലേസിൽ ഇത്തരം തരത്തിലുള്ള റേഡിയേഷൻസ് ചിലപ്പോൾ നമുക്ക് എക്സ്പോഷർ കിട്ടിയെന്നിരിക്കാം. കൂടുതലായിട്ടും നമ്മൾ ഈ അയോണൈസിങ് റേഡിയേഷൻ ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റിയെ പറ്റിയിട്ട് നമുക്ക് എന്നാലും സിമ്പിളായിട്ട് സംസാരിക്കാം. ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫി. ഇതിനു വേണ്ടി നമ്മൾ ഗാമ റേസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മെഡിക്കൽ റേഡിയോഗ്രാഫിക്കും ബാഗേജിൻ്റെ സെക്യൂരിറ്റി സ്കാനേഴ്സിലൊക്കെ വരുന്ന വേറൊരു റേസാണ് എക്സ് റേസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും മറ്റ് ചില സൈറ്റുകളിലും ഇതേപോലെ ഗാമ റേസ് ഒരുപാട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫിക്ക് എന്തിനാണ് ഗാമ റേസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. സോ നമ്മളുടെ സൈറ്റുകളിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ഗാമ റേസ് ഉപയോഗിച്ച്. സോ ഇവിടെ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്ന ജോയിൻറ്റുകളുടെ ഇടയിൽ ക്രാക്കുകൾ ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മളുടെ കണ്ണുകളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്യാമറ ഫിലിം എല്ലാം തന്നെ ഉപയോഗിച്ച് ഗാമ റേസ് ആ ഒരു ജോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ച് ഈ ഫിലിമിൽ അതിൻ്റെ ഇമേജ് ഡെവലപ്പ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതുവഴി നമുക്ക് ആ വെൽഡിംഗ് ജോയിൻറ്റുകളിൽ ക്രാക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ ഈ ഒരു ടെസ്റ്റിനായിട്ട് പല രീതിയിലുള്ള എക്യുപ്മെൻറ്റുകൾ അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേഡിയോഗ്രാഫി ക്യാമറ വേണം, ഗൈഡ് ട്യൂബ് വേണം, അതേപോലത്തെയുള്ള ചില കമ്പോണൻസ് നമുക്ക് ഇതിനോട് ആവശ്യമുണ്ട്. ഇത്തരം റേഡിയേഷൻസ് മൂലം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം എന്നുള്ളതും കൂടി നമുക്ക് കാണാം. സോ നമുക്ക് അയണൈസിങ് റേഡിയേഷൻ നമ്മളുടെ ശരീരത്തിലേക്ക് ഇമ്പാക്റ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അക്യൂട്ട് ആയിട്ടുള്ള ഹെൽത്ത് ഇഫക്റ്റും അതേപോലെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഫക്റ്റുമാണ്. അക്യൂട്ട് ഹെൽത്ത് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു വലിയൊരു റേഡിയേഷൻ്റെ ഡോസ് നമ്മളുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ആവുകയാണ്. സോ ഇത്തരം റേഡിയേഷൻ സോഴ്സുകൾ നമ്മളുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ സിക്നസ്സുകൾ ഉണ്ടാകാം, നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ, അതേപോലെ തന്നെ സ്കിന്നിൽ അൾസറേഷൻ സംഭവിക്കുക, സ്കിന്നിൽ ബ്ലിസ്റ്ററിങ്, അതായത് സ്കിന്ന് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥകളിലേക്ക് പോവുക, ഹെയർ ലോസ് ഉണ്ടാകാം, ഡെർമറ്റൈറ്റിസ്, ഇതേപോലെ സ്കിൻ അലർജീസ് ഉണ്ടാകാം, കാറ്ററാക്റ്റുകൾ ഉണ്ടാകാം, തിമിരം ഉണ്ടാകാം. അതേപോലെ തന്നെ നമ്മളുടെ റെഡ് ബ്ലഡ് സെല്ലുകളുടെ ഷേപ്പിന് പല വ്യത്യാസങ്ങളുണ്ടാകാം, ഡാമേജ് ആകാം. അതിനെ നമ്മൾ അനീമിയ എന്നാണ് പറയുന്നത്. റെഡ്യൂസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തി അതുപോലെ ഒരുപാട് ബാധിക്കുന്നു. ഇൻഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാകാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നീട് നമുക്ക് വരുന്ന അടുത്ത ഹെൽത്ത് എഫക്റ്റാണ് ക്രോണിക്. ക്രോണിക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം റേഡിയേഷൻ സോഴ്സുകൾ നമ്മളുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ആകാനായിട്ടുള്ള ഒരു ലിമിറ്റേഷനുണ്ട്. ഈ ലിമിറ്റേഷൻ നമ്മൾ ഡെയിലി ബേസിസിൽ കുറേശ്ശെ കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നതിനെയാണ്, അതിനെ തുടർന്നുണ്ടാകുന്നതാണ് ക്രോണിക് ഹെൽത്ത് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു റേഡിയേഷൻ ഡോസ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് കുറച്ച് കൂടുതൽ എല്ലാ ദിവസവും നമ്മൾ എക്സ്പോസ്ഡായി അത് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ചിലപ്പോൾ അത് ക്യാൻസറായിട്ട് മാറാം, ജനറ്റിക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാം, ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം. ഇത്തരം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ക്രോണിക് ഹെൽത്ത് ഇഫക്റ്റുകൾ വഴി നമുക്ക് ഉണ്ടാവുക.
ഇനി നമ്മൾക്ക് കൺട്രോൾ മെഷേഴ്സിനെ പറ്റി സംസാരിക്കാം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ, മറ്റുള്ള വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ, കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾസ് ആൻഡ് PPE ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അയോണൈസിങ് റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൺട്രോൾ മെഷേഴ്സിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ടൈമിനെ പറ്റി ചിന്തിക്കുക. അതായത് എക്സ്പോഷർ ടൈം റേഡിയേഷൻ സോഴ്സുമായിട്ട് മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഹാഫ് ലൈഫ് കഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള സോഴ്സുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് നല്ല ലൈഫുള്ളതാണ്. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന സോഴ്സുകൾ ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ നിലനിൽക്കുന്ന ഒരു സോഴ്സാണ്. ഈ സോഴ്സിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എനർജിയോളം തീർന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാവുന്നൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വളരെയധികം കുറവായിരിക്കും, അമൗണ്ട് ഓഫ് എനർജി വളരെ കുറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ആ സമയം നമ്മൾ എക്സ്പോഷർ കുറയ്ക്കാനായിട്ട് നോക്കുക. നമ്മൾ ആ ഒരു റേഡിയേഷൻ സോഴ്സുമായിട്ടുള്ള സമയം എക്സ്പോസ്ഡ് ആകുന്നത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകാം. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഷീൽഡിങ്. ഷീൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏത് സോഴ്സാണോ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് ആ സോഴ്സ് തടസ്സപ്പെടുത്താനായിട്ടുള്ള പലതരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ആ റേഡിയേഷൻ സോഴ്സ് നിർത്തുക എന്നുള്ളതാണ്. സോ കോമൺ ആയിട്ട് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഒരു വാൾ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ അതേപോലത്തുള്ള റൂം ഉണ്ടാക്കി വയ്ക്കും. ആ റൂമിൻ്റെ ഉള്ളിലായിരിക്കും ഈ പറയുന്ന പോലെ റേഡിയോ ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഷീൽഡിങ് ഉള്ളത് കൊണ്ട് പേരിൽ നമുക്ക് റേഡിയേഷൻ അതിൽ നിന്നും പാസ്സായി വരില്ല. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും റേഡിയോ ആക്റ്റീവ് സോഴ്സുമായിട്ട് നല്ല പോലെയുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പറയുന്നത് ആ റേഡിയോ ആക്ടിവിറ്റി ചെയ്യുന്ന ഓരോ കോമ്പിറ്റൻറ്റ് വ്യക്തികളുടെ കടമയാണ്. അവരെന്ത് സോഴ്സാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇരിഡിയമാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ആ ഇരിഡിയത്തിൻ്റെ ക്യൂറി എത്രയാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്, എത്ര ഡിസ്റ്റൻസ് വേണം അതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നുള്ളതൊക്കെ ഇവരായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. എപ്പോഴും ഒരു എമർജൻസി അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ ചെയ്തു വയ്ക്കുക. പെട്ടെന്നൊരു റേഡിയേഷൻ ലീക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട എമർജൻസി പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കണം. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ ആ വർക്കിൽ ഇൻവോൾവ് ആകുന്നവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. എല്ലാവർക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും നമ്മൾ ഈ ഒരു റേഡിയോഗ്രാഫി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളതിൽ പെർമിറ്റ് വർക്ക് സിസ്റ്റംസ് എടുക്കണം. പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നടക്കാൻ പോകുന്നത് എല്ലാം വർക്കേഴ്സിനും വിസിറ്റേഴ്സിനും കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അവരെ ആ ഒരു ആക്ടിവിറ്റി സമയത്ത് നമ്മൾ അവരെല്ലാവരും അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. പെഡസ്ട്രിയൻസ് എൻ്റർ ചെയ്യുന്നിടത്തെ കൂടെ അല്ലെങ്കിൽ വെഹിക്കിൾസ് എൻ്റർ ചെയ്യുന്നിടത്തെ കൂടെ നമ്മൾ നോട്ടീസ് ബോർഡ് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും വിത്ത് ഡ്രോയിങ്. ആ ലൊക്കേഷൻ്റെ ഡ്രോയിങ് വെച്ചിട്ട് നമ്മൾ ഇന്ന ലൊക്കേഷനിൽ അവിടെ റേഡിയേഷനാണ് നടക്കുന്നത്, ഇത്രയും ഏരിയ എല്ലാവരും വിട്ട് വേണം പോകാനായിട്ടെന്ന് വെക്കണം. അതേപോലെ തന്നെ നമ്മൾ അവിടെ ബാരിക്കേഷൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ യെല്ലോ ആൻഡ് ബ്ലാക്ക് ടേപ്പുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളവിടെ ബാരിക്കേഷൻ വയ്ക്കുന്നത്. അവിടെ സൈൻ ബോർഡുകൾ ഇട്ട് വയ്ക്കും, ലൈറ്റിങ്ങുകൾ ഇട്ട് വയ്ക്കും. അതേപോലെ തന്നെ ആരും എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ 1-2 അവിടെ ഗാർഡുകളെയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ വേണ്ടി വയ്ക്കും. അവരും നല്ല സേഫ് ഡിസ്റ്റൻസിലായിരിക്കണം. ഈ സേഫ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സർവേ മീറ്ററിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഈ സർവേ മീറ്ററുകളെല്ലാം തന്നെ ഈ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോഗ്രാഫി ആക്ടിവിറ്റി ചെയ്യുന്ന ആ എംപ്ലോയേഴ്സിൻ്റെ അടുത്ത് കൂടെ കയ്യിലുണ്ടാവുന്നതായിരിക്കും. സോ ആ ഉപയോഗിക്കുന്ന സർവേ മീറ്റേഴ്സ് എല്ലാം തന്നെ കാലിബ്രേറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ഇവർക്ക് ഈ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലൈസൻസുകൾ അവിടെ ആപ്ലിക്കബിൾ ആകുന്നുണ്ടോ അതെല്ലാം കൈവശം വച്ചിട്ടുണ്ടോ നോക്കണം. അതേപോലെ തന്നെ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് അതേപോലെ തന്നെ എമർജൻസി പ്രൊസീജിയേഴ്സ് അവരുടെ കയ്യിലുണ്ടോ എന്ന് നോക്കണം. അത് അവർക്ക് അറിയാമോ എന്നുള്ളത് നോക്കണം. ലീക്ക് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ റെക്കോർഡുകൾ നമ്മൾ വച്ചിരിക്കണം. അതേപോലെ തന്നെ ഇവർ ഈ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇമ്പോർട്ടോ സ്റ്റോറോ എല്ലാം ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പേപ്പറുകളുണ്ടോ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഇത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു സർവേ മീറ്റർ ഉപയോഗിച്ച് സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് അത്രയും ഏരിയയിൽ ബാരിക്കേഡ് ചെയ്ത് എല്ലാവരും സേഫ് ഡിസ്റ്റൻസിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും മെഡിക്കൽ ഹെൽത്ത് സർവൈലൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അവരുടെ സ്കിന്ന്, ലങ്സ്, ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ നടത്തി അവർക്ക് എന്തെങ്കിലും റേഡിയേഷൻ അവരുടെ കണ്ടാമിനേഷൻ ബോഡിയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണം.
പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിനായിട്ട് PPs ഉപയോഗിക്കും. നമ്മൾ PP എന്ന് പറയുമ്പോൾ ലെഡ് PPSും ഉണ്ട്, റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻസും അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ ഇൻഫോർമേഷൻ അറിയുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തി എല്ലാം നോട്ടിഫിക്കേഷൻസ് വരുന്ന രീതിയിൽ എല്ലാവരും സെലക്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, നന്ദി, നമസ്കാരം.